ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് ഏപ്രിൽ 21 2024 തിരുസഭാ മാതാവിൻ്റെ 4ാമത്തെ ഉയർപ്പ് ഞായറാഴ്ചയുടെ സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തിരുസഭ വച്ചിരിക്കുന്ന നിയോഗം ഇതാണ്: ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ലോക ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണത്. സഭ മുഴുവനും, ലോകത്തിലെമ്പാടുമുള്ള സഭാമക്കൾ മുഴുവനും ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനം. നമ്മുടെ ഈ വചനത്തെ ആസ്പദമാക്കിയൊക്കെ നമുക്ക് അതിനെപ്പറ്റി വിചിന്തനം ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. നമുക്ക് സ്തുതിയെല്ലാം ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ ഈ 4ാമത്തെ ഉയർപ്പ് ഞായറാഴ്ചയിൽ സഭാമാതാവ് തരുന്ന 1ാമത്തെ വായന ഈ അപ്പോസ്തല പ്രവർത്തനം 4ാമത്തെ അധ്യായം 7 മുതൽ 12 വരെയാണ്. അത് പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗമാണ്. കാരണം ഇതിപ്പോൾ 4ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ 3ാമത്തെ അധ്യായത്തിലാണ്, അപ്പോസ്തല പ്രവർത്തനം 3ാമത്തെ അധ്യായത്തിലാണ് ഈ സുന്ദര കവാടത്തിൻ്റെ മുമ്പിൽ കിടന്നിരുന്ന തളർവാദ രോഗിയെ പത്രോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തിയത് പരിപൂർണ ആരോഗ്യമുള്ളവനായി മാറി. 3ാമത്തെ അധ്യായം തൊട്ട് പിന്നെ ഈ മകൻ എപ്പോഴും പത്രോസ് അപ്പോസ്തലൻ്റെ കൂടെയും പൗലോസ് അപ്പോസ്തലൻ്റെ നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ്റെ കൂടെ ഇങ്ങനെ നിരന്തരം കൂടെ നടക്കുകയാണ്. ഒരു സാക്ഷ്യമാണത് അർത്ഥത്തിൽ. അതായത് ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശക്തി തെളിയിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നിറവും കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവർത്തനം 2ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 2ാമത്തെ അധ്യായത്തിലാണ് പെന്തക്കോസ്ത പെരുന്നാൾ. അപ്പോൾ ആ പെരുന്നാളെ കഴിഞ്ഞ് 3ാമത്തെ അധ്യായം വരുമ്പോഴാണ് ഈ സോളമൻ്റെ മണ്ഡപത്തിനോടടുത്തുള്ള ഈ സുന്ദര കവാടത്തിൻ്റെ അവിടെ ദേവാലയത്തിലേക്ക്, ജെറുസലേം ദേവാലയത്തിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ മനുഷ്യനെ ഈ രോഗിയെ കാണുന്നത്, അല്ലെങ്കിൽ ഈ തളർവാദ രോഗിയെ കാണുന്നത്, അവർ സുഖപ്പെടുന്ന സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് 4ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ശരിക്കും അവരുടെ മുതിർന്ന കാർന്നവന്മാരൊക്കെ ഉണ്ട്. പിന്നെ കയ്യപ്പാസുണ്ട്, അന്നാസുണ്ട്. പിന്നെ അതുപോലെ തന്നെ സദുക്കേർക്കാണ് കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നത്. കാരണം ഈശോ മരിച്ചവരിൽ നമ്മളെ ഉയർപ്പിക്കുമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവർക്ക് അവർ വിശ്വസിക്കാത്തൊരു കാര്യമാണ് സദുക്കേർ. സദുസീസ് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓരോരുത്തർ കേട്ടത് എങ്ങനെയാണ്, സാഡ് പീപ്പിൾ എന്നുള്ളതാണ്. അതായത് ജീവിതത്തിന് ഉയർപ്പില്ല, പിന്നെ നമുക്കെന്തിനും നമ്മുടെ ജീവിതം കൊണ്ടുള്ള അർത്ഥം എന്നാണ്. പട്ടിയും പൂച്ചും ചാണകല ചത്തുപോകും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ സദുസീസിനാണ് ദേഷ്യം വന്നത്. കാരണം ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റു, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു. അത് 1ാമത്തെ പ്രശ്നം, ഉയർക്കുക എന്നുള്ളത്. 2ാമത്തെ പ്രശ്നം, നമ്മൾ ഓരോരുത്തരും ഈശോയിൽ വിശ്വസിച്ചാൽ ഉയർക്കും എന്നുള്ളതാണ് യോഹന്നാൻ അപ്പോസ്തലനും അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. എന്നിട്ട് കാരാഗ്രഹത്തിലല്ല, ഇവരെ കസ്റ്റഡിയിലാക്കിയിട്ട് ഇവർ ചോദ്യം ചെയ്യുന്ന സമയമാണ് ഈ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ റൂളേഴ്സ്, ഭരണാധികാരികളുണ്ട്, കാരണവന്മാരൊക്കെ ഉണ്ട്, പിന്നെ സ്ക്രൈബ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ
നമ്മുടെ ഈ പുരോഹിത പ്രമാണിയായിട്ടുള്ള കയ്യഫാസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ അന്നാസ്, ഇവരൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് രണ്ടുപേരെ. അപ്പോൾ ആ സൗഖ്യപ്പെട്ട ആളുമുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ആദ്യം ഒരു പ്രയാസം കൂടാതെ പറയണം, പരിശുദ്ധാത്മ നിറവുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ശക്തി കിട്ടുമല്ലോ. അപ്പോൾ ഒരു പ്രയാസം കൂടാതെ പറയുകയാണ്, അതായത് നിങ്ങൾ ഈ മനുഷ്യനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെ സൗഖ്യമാക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ, നസ്രത്തുകാരനായ യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമാക്കപ്പെട്ടത്. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എവിടെ നിന്ന്, അതായത് ഇവർ ചോദിക്കുന്ന ചോദ്യം, ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? പിന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ചെയ്യുന്നത്, എന്ത്? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ പ്രസംഗത്തിൽ അവർക്കൊരു നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, 5000 പേര് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട് അവിടെ. അപ്പം അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് നിർത്തലാക്കാൻ വേണ്ടി, തടയാൻ വേണ്ടി ഇവരിങ്ങനെ പത്രോസ് അപ്പോസ്തലനെയൊക്കെ കസ്റ്റഡിയിലാക്കുകയും അവരുടെ പ്രവർത്തനം നിരാകരിക്കുവാനായിട്ട് ഇങ്ങനെ തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അതാണ്, അതായത് നിങ്ങൾ കുരിശുമേൽ തറച്ചു കൊന്ന യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമാക്കപ്പെട്ടത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളവനെ കുരിശുമേൽ തറച്ചു കൊന്നു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദൈവം അവനെ മരിച്ചവന്ന് ഉയർപ്പിച്ചു. അപ്പോൾ എന്നിട്ട് പത്രോസ് അപ്പോസ്തലന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ പറഞ്ഞിരുന്നൊരു പ്രവചനം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് സങ്കീർത്തനം 118 വാക്യം, പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഇപ്പോൾ ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പുതിയൊരു ഭവനം ഇവിടെ പണിത് വരികയാണ്, പുതിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ടാവുകയാണ്, പുതിയൊരു വിശ്വാസ സമൂഹം ഉണ്ടാവുകയാണ്. യഹൂദമത വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് അവരെല്ലാവരും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെ അടിത്തറയിട്ട് പണിത് ഉയർത്തപ്പെടുന്നൊരു സമൂഹമായിട്ട് ഇവിടെ വരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. ഒരു വലിയൊരു സാക്ഷ്യമാണത്. പിന്നെ രണ്ടാമത്തെ വായനയിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അത് രണ്ടാമത്തെ വായന വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 1-2 വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ പറയുന്ന 2 മർമ്മപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ വളരെയധികം സ്നേഹിച്ചിരിക്കുന്നു, അങ്ങനെ നമ്മളെ അവിടെ നിന്ന് ദൈവമക്കളാക്കിയിരിക്കുന്നു, നമ്മൾ ദൈവമക്കളാണ് താനും എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് ആ ഒരു ദൈവമക്കളുടെ സ്ഥാനത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു, നമുക്ക് ആ ഒരു നിലവാരം തരുന്നു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. സത്യത്തിൽ ദൈവമാണ് എല്ലാ മക്കളെയും സൃഷ്ടിച്ചത്, എല്ലാവരും ദൈവമക്കളാണ്. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ലോകം അവരെ ഈശോയെ അറിയുന്നില്ല. ലോകം ഈശോയെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ലോകം അറിയാത്തതുകൊണ്ടാണ് ലോകമാണ് ഈശോയെ കുരിശുമേൽ തറച്ചു പോകുന്നത്. കാരണം ഈശോ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അവർക്ക് കാണാൻ പറ്റിയൊരു കണ്ണില്ലാതെ വന്നു. അപ്പോൾ അതുപോലെ ഇപ്പോഴും ലോകം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ അവിടെ ഈശോയുടെ പ്രവർത്തനങ്ങൾ, ഈശോയിലുള്ള ഈ വളർച്ചകളെ കാണാനായിട്ട് അവർക്ക് പറ്റാതെ വരുന്നു. അത് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ എന്തായിത്തീരും എന്ന് വെളിപ്പെടുന്ന സംഭവം വെളിപ്പെട്ടിങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. ആ ഒരു വാഗ്ദാനം കൂടി ഇവിടെ
നമുക്ക് കാണാൻ സാധിക്കും ഈ വായനയിൽ ഈ 2 സെൻറ്റൻസിൽ യോഹന്നാൻ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോസ്പൽ അക്ലമേഷനാണ്. അതായത് നമ്മളെന്താണ് പ്രഘോഷിക്കുന്നത്? അതായത് ഞാൻ നല്ലിടയനാണ്, എൻ്റെ മക്കൾ എന്നെ അറിയുന്നു, ഞാൻ അവരെയും അറിയുന്നു എന്നുള്ളതാണ് ഹല്ലേലൂയ വചനമായിട്ടുള്ള സംഭവം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോസ്പൽ സുവിശേഷമാണ്. നമുക്ക് സുവിശേഷത്തിന് ഇങ്ങനെ തുടങ്ങാം. കർത്താവ് നിങ്ങളോടും കൂടെ, അങ്ങേ രൂപിയോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. കർത്താവെ അങ്ങേക്ക് മഹത്വം. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയാണ്. ഞാനാണ് നല്ലിടയൻ എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയാണ് നല്ലിടയൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആടുകളെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ പാപപരിഹാരത്തിനായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. അത് സ്വമേധയെ ഞാൻ സമർപ്പിക്കുന്നതാണ്. അത് അങ്ങനെ സ്വമേധയെ സമർപ്പിക്കാൻ എനിക്ക് ദൈവം ശക്തി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ അത് ചെയ്യാൻ ആ പരിശുദ്ധാത്മാവ് ശക്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈശോ ആ സഹനത്തിന് മുഴുവനും തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രത്തുകാരനെ യേശുവാണെങ്കിൽ ഞാൻ തന്നെ, നിങ്ങൾ എന്നെ പിടിച്ചുകൊള്ളുക, ഇവരെ വെറുതെ വിട്ടേക്കുക എന്ന് പറയുന്ന ആ ഒരു തൻ്റെ ഇടം, ആ ധൈര്യം. അപ്പം നമ്മൾ സങ്കീർത്തനം 22 വായിക്കുന്ന 1-ാമത്തെ വാക്യം, കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ പിതാവ് ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു ആണോ എന്ന് ചോദിക്കുമ്പോൾ പിതാവ് ഉപേക്ഷിക്കുന്നതല്ല. പിതാവ് അയച്ച പാനപാത്രം കുടിക്കാൻ ഈശോ തയ്യാറാകുകയാണ്. എന്താണ് കുടിക്കാമെന്ന് വെച്ചാൽ, ദൈവമക്കളുടെ, ഈശോയിൽ വിശ്വസിക്കുന്ന മക്കളുടെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളുടെ പാപത്തിന് പരിഹാരമായി പരിഹാരബലി അർപ്പിക്കുക. അതാണ് നമ്മൾ ദിവസേന ദൈവബലിയിൽ പോകണം, ദൈവബലിയിൽ നിന്ന് ആ ശക്തി സംഭരിച്ചെടുക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈശോ ഓരോ പുരോഹിതന്മാരൊക്കെ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഓരോ വൈദികനെയും ദൈവം വിളിക്കാൻ ഇടവരണേ. ശരിക്കുള്ള ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മക്കൾക്കൊക്കെ ആ വിളി കിട്ടാനും ആ വിളിയെ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമാണ് ഈ ദൈവവിളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ വൈദികരുണ്ടാകണം. വൈദികരാണ് ഈശോയെ പുനർജീവിപ്പിച്ചും അവരെ ആ ഈശോയെ നൽകി ഓരോ മക്കളെയും പരിപോഷിപ്പിക്കുകയും അവരിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന ആ ശുശ്രൂഷ. അതുവഴിയാണ് ഈ ലോകത്തിൻ്റെ അരൂപിയെ നശിപ്പിക്കുവാനും, ഓരോ വ്യക്തിയിലുള്ള ലോകത്തിൻ്റെ അരൂപിയെ നശിപ്പിച്ച് ദൈവത്തിൻ്റെ അരൂപി കൊണ്ട് നിറച്ച് ആ ദൈവാരൂപിയാൽ നയിക്കപ്പെട്ട് സ്വർഗസൗഭാഗ്യത്തിലെ യേശുനാഥൻ ഈ ലോക ജീവിതത്തിലെ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി പിതാവിൻ്റെ പക്കലെത്തിയതുപോലെ നമുക്കെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വൈദികരാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, നല്ലിടയനായിട്ട് യേശുവിനെ പോലെ ഇങ്ങനെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന വൈദികരാണ്. പലപ്പോഴും കൂലിക്കാരെ പോലെ പെരുമാറുന്ന വൈദികരൊക്കെയുണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ ലോകത്തെ പേടിക്കും. ഈശോയ്ക്ക് ലോകത്തെ പേടിയുണ്ട്. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതാണ് യോഹന്നാൻ 14:30 പഠിപ്പിക്കുന്നത്. എനിക്ക് 16:30 വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം നമുക്ക്. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. Jesus, I love you. Thank you, praise you, worship you, adore you, hallelujah. പതിനാറ് 30 പറയണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus, 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 believe that you can have.
16:31 നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വാക്കാണ്. കാരണം 31 എന്ന് പറയുമ്പോൾ ഈശോയുടെ 31-ാമത്തെ വയസ്സിലാണല്ലോ ഈശോയെ കുരിശുമേൽ തറച്ച് കൊല്ലുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ എങ്ങനെ പറയുന്നത്? അതായത്, നിങ്ങൾക്ക് ഞാൻ സമാധാനം തരുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈശോ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ലോകത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, നേരിടേണ്ടി വരും. പക്ഷെ നിങ്ങൾ ധൈര്യമായിരിക്കുവാൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഈശോ വഴി നമുക്ക് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റും. ഈശോയെ കിട്ടുമ്പോൾ നമുക്ക് ഈശോയുടെ ആത്മാവിനെയും അവിടെ തരുന്നു. 16:31 നമുക്കത് എപ്പോഴും ഓർക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ലോകത്തെ കീഴടക്കുന്ന ഒരു സംഭവം നമ്മിൽ സാധ്യമാണ്. അപ്പോൾ ലോകത്തിൻ്റെ കുത്തൊഴുക്കിപ്പെട്ടാണ് പോയത്. നാടെ ഓടുമ്പോൾ നടുവ് ഓടുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ കള്ള ടീച്ചിങ്ങാണ്. അതൊക്കെ ഈ ദൈവത്തെപ്പറ്റി അറിയാൻ പാടില്ലാത്തവർ പഠിപ്പിക്കുന്നതാണ്. ദൈവത്തെപ്പറ്റി അറിയുന്നത് വചനം എന്താ പഠിപ്പിക്കണമെന്ന് നോക്കണം. വചനം പറയുന്നത് ഈ ലോകാരൂപിയെ നമ്മൾ തോൽപ്പിക്കണം. ലോകാരൂപിയെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈശോയുടെ സഹായത്തോടെ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യോഹന്നാൻ 15:5. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന ഈശോയുടെ ആ രൂപി നമുക്കെന്നറിയണം. അതിനെവിടെ പെടണം? ഈശോയുടെ വചനം കൊണ്ട് നിറയണം. ഈശോയുടെ ശരീരരക്തങ്ങൾ കൊണ്ട് നമ്മൾ പരിപോഷിപ്പിക്കപ്പെടണം. പിന്നെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതമായിരിക്കണം. നിരന്തരം നമുക്ക് ആ സഹായം ചെയ്യണം. നമ്മൾ മത്തായി 7:7 പറയുന്ന പോലെ ചോദിക്കുകയും നൽകപ്പെടുമെന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യത്തിൽ വരുമ്പോഴെപ്പോഴും ഈശോയുടെ സഹായം ചോദിക്കണം. ഈശോയുടെ നാമോടെ വരുമ്പോൾ ഉടനെ ലോകാരൂപി നമ്മളിൽ നിന്ന് ഓടും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് സംഭവിക്കേണ്ടത്. അപ്പോൾ ദൈവവിളിയുടെ ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള നല്ല ശരിക്കും ആടുകളുടെ രക്ഷ എങ്ങനെ നേടിയെടുക്കണമെന്ന് നിരന്തരം യേശുവിനെ പോലെ താല്പര്യത്തോടെ സമർപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. അല്ലാണ്ട് അവരവരുടെ സുരക്ഷിതത്വം, അവരുടെ മെച്ചപ്പെട്ട ഇത് നോക്കിയിട്ട് ഈ ആടുകളെയൊക്കെ ദുരുപയോഗിച്ചും ആടുകളെയൊക്കെ അവഗണിച്ചും തൻ്റെ സുരക്ഷിതത്വം താൻ ഓടിപ്പോൾ ചെന്ന് ഇവിടെ പറയുന്ന ഒരു പ്രയോഗം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-18 പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ചെന്നായി വരുമ്പോൾ കൂലിക്കാരൻ ഓടി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. ചെന്നായി അവരെ കടിച്ച് കീറി ചിതറിപ്പിച്ച് കളയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വിശ്വാസ സമൂഹത്തിലെ വിശ്വാസികളായ മക്കൾക്ക് ശരിക്കും ഒരു കാണപ്പെടുന്ന ഒരു ഈശോയുടെ സാന്നിധ്യമായ ഒരു ദൈവവിളിയുള്ള പുരോഹിതന്മാരെ നമുക്ക് വേണ്ടത്. അപ്പം അവരെ നോക്കി അവരുടെ വിശ്വാസ പ്രാർത്ഥനാ രീതികൾ, അവരുടെ ചെയ്തികൾ, അവരുടെ എല്ലാം കണ്ട് ഒരു പല ദൈവവിളി കിട്ടിയ അച്ഛന്മാർ കൊച്ചുങ്ങളെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് ആ അച്ഛനെ കണ്ടിട്ടാണ് അവർക്ക് കൂടുതൽ ആ ഒരു വിശ്വാസ ജീവിതം എനിക്കതുപോലെ ആകണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ദൈവം ഉടനെ ശരി എന്നാൽ നീയും വൈദികനായിക്കോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛന്മാരൊക്കെ നോക്കുമായിരുന്നു. അവരെങ്ങനെയാണ്, ഞാനൊരച്ഛനെ ഓർക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ കാസ തുടക്കുന്ന രീതിയൊക്കെയാണ്. പിന്നെ വേറൊരച്ഛനിങ്ങനെ പാട്ടുപാടി കുർബാനയില്ലെന്നതൊക്കെ കാണുമ്പോൾ, പിന്നെ ഒരച്ഛനാണെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്നതാണ്. ഇങ്ങനെ കാണുമ്പോഴൊക്കെ ആ ഒരു വൈദികനെ പോലെ ആകണം എന്ന് പറയുന്ന ആ ഒരു സാക്ഷ്യം. നമ്മളെ ദൈവം എന്തിനാണ് ഈ വിശ്വാസത്തേക്ക് വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്ക് സാക്ഷ്യമായി തീരാനാണ്. ഈശോയുടെ ഒരു സാക്ഷി, ഈശോ അതായത് ആ കുർബാന അർപ്പിക്കുമ്പോൾ ആ വൈദികൻ പറയുന്നത് ഓർക്കണം, ഇത് എൻ്റെ ശരീരമാണെന്ന് പറയണം. ഈശോയുടെ ആണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല, ഇത് എൻ്റെ ശരീരമാണെന്ന് പറയണം. അപ്പോൾ ആ വൈദികനും ഈശോയും ഒന്നായി തീർന്ന ഒരു സമയമാണത് വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ വൈദികനും ഈശോയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുള്ള ജീവിതത്തിലേക്ക്, അതായത് നമ്മളെ കാണുമ്പോൾ ഈശോയെ കാണണം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു മാറ്റം. അതായത് ലോകത്തിലും ദൈവത്തിലും എന്നുള്ള രണ്ട് തട്ടിലുള്ള ജീവിതമൊക്കെ. അതുകൊണ്ട് പലപ്പോഴും സുവിശേഷ പ്രഘോഷണങ്ങളൊക്കെ ശരിയാകാതെ വരുന്നുണ്ട്. സുവിശേഷം ശരിക്കും മക്കൾക്ക് അറിയാൻ പറ്റാതെ. ഈശോയുടെ എടുത്തു പറയുന്നൊരു വാക്യം അതാണ്. അതായത് എൻ്റെ മക്കൾ എൻ്റെ സ്വരം തിരിച്ചറിയുന്നു.
എൻ്റെ മക്കൾ എന്നെ അറിയുന്നു, എൻ്റെ സ്വരം അറിയുന്നു, എന്നെ അനുഗമിക്കുന്നു. കണ്ട, ഇവിടെ ലോകാരൂപി എപ്പോഴും, പിശാചിൻ്റെ അരൂപി എപ്പോഴും പലരിലൂടെയും പല രീതിയിലും അവരെ ഈശോയിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നും ദൈവത്തെ ആരാധിക്കുന്നതിൽ പിന്തിരിപ്പിക്കുന്ന ഒരു ദുഷ്ടാരൂപിയാണത്. അങ്ങനെയാണ് നമ്മൾ തളർത്തിക്കളയുന്നത്. നമ്മുടെ ശക്തി ദൈവശക്തിയാണ്. അപ്പം ദൈവത്തിനോട് അങ്ങനെ ഒരു മുന്തിരിച്ചെടിയും ശാഖയും തമ്മിൽ യോഹന്നാൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് മുന്തിരിച്ചെടിയും ശാഖയും പോലെയുള്ള ബന്ധം പോലെയുള്ള നല്ല ബന്ധത്തിലായിരിക്കണം. അതെങ്ങനെയാണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന ജീവിതം, വചനത്തോടുള്ള ദാഹവും സ്നേഹവും, ആ വചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥന ചോദിച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ദിവ്യബലിയിൽ മുടങ്ങാതെ വരിക. ദിവ്യബലി ആഴ്ചയിൽ ഒരിക്കലൊന്നും പോരാ എന്നുള്ളതാണ്. അത് ശരിക്കും പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിക്കണം. ദിവ്യബലി അർപ്പിക്കുമ്പോൾ തന്നെ ആ ദിവ്യബലിയിൽ ഈശോ വന്ന് എന്നെ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു, എന്നെ വിശുദ്ധനാക്കുന്നു, എന്നെ വിശുദ്ധിയാക്കി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ചൈതന്യം കൊടുക്കണം. അതാണ് ദൈവവള്ളിയുടെ ഞായറാഴ്ച നമ്മൾ പ്രത്യേകം അങ്ങനെയുള്ള നല്ല ഇഷ്ടം പോലെ വൈദികരെ നമുക്കുണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.